ഹായ് എവരി വൺ. ഇതൊന്ന് നാസ്ഡാക്കിൽ എടുത്തൊരു ട്രേഡാണ്. ഈ ട്രേഡ് ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ഇതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. ഈ ബ്രേക്ക് ഡൗൺ വീഡിയോസ് മുമ്പ് റെഗുലറായിട്ട് ചെയ്യാറുണ്ടായിരുന്നു യൂട്യൂബിൽ. നൗ കുറച്ചായിട്ട് അത് നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ട്രേഡ് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ ട്രേഡ് എന്നുള്ള കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നോൺ ഫാം പേറോളാണ്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ പ്രീ മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ നമുക്ക് ഈ ഒരു ട്രേഡിനെ ഒന്ന് ബ്രേക്ക് ഡൗണിലേക്ക് നോക്കാം. ഇത് നാസ് 100ൻ്റെ ചാർട്ടാണ്. നാസ് 100ൻ്റെ ചാർട്ട്, അതായത് CFD ചാർട്ടാണ്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന capital.comൻ്റെ ചാർട്ടാണ്. CFDയിൽ ചാർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ ഏത് ചാർട്ടാണ് എടുക്കുന്നതെന്ന് വളരെ ക്രൂഷ്യലാണ്. കാരണം തൊട്ടടുത്ത് തന്നെ ഇത് NQൻ്റെ നാസ്ഡാക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. അതായത് സെപ്റ്റംബർ 2026 എക്സ്പയർ ആവുന്ന ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടാണ്. ഈ രണ്ട് ടാബിലുള്ള ഒന്നിൽ ഈ കാണുന്നത് CFDയുടെ ചാർട്ടും ഈ കാണുന്നത് ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടും. നമ്മളെപ്പോഴും പ്രൈസ് ആക്ഷനെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഫ്യൂച്ചേഴ്സാണ് എക്സ്ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റുള്ള ഡാറ്റ. ഇതെന്ന് പറയുന്നത് ഓരോ ബ്രോക്കേഴ്സിൻ്റെ ഡാറ്റയാണ്. അപ്പോൾ ഇത് അത്ര ആക്യുറേറ്റ് ആയിരിക്കില്ല. സോ ഇനി ഈ ഒരു ഏരിയയിലോട്ട് വരാം. ഇത് ആക്യുറസി കുറവായിരിക്കും എന്ന് പറയാനുള്ള കാരണം ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചുതരാം. ഈ റിലേറ്റഡ് ഈക്വൽ ഹൈസ് കണ്ടില്ലേ, ഈ റിലേറ്റീവ് ഈക്വൽ ഹൈസ് നമ്മൾ ഈ CFDയുടെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ചാർട്ടിൽ നോക്കുമ്പോൾ ഈ ലിക്വിഡിറ്റി ഇപ്പോഴും റിമൈനിങ് ആണ്. ഈ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കുക. വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഹൈ ടൈം ഫ്രെയിമിൽ ഡെയിലി ഓപ്പണിങ്ങിലും ക്ലോസിൻ്റെ സമയത്തൊക്കെ ചെറിയ ഡിഫറൻസേ കാണാറുള്ളൂ സ്വതവേ. അപ്പം നമ്മൾ എപ്പോഴും CFDൻ്റെ ചാർട്ട് യൂസ് ചെയ്യുന്നവർ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. CFDൻ്റെ ചാർട്ട് യൂസ് ചെയ്താൽ മതി. ട്രേഡിംഗ് വ്യൂവിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് നിഞ്ച ട്രേഡറിൽ കിട്ടും. അപ്പം ഈ ഒരു ചാർട്ട് നോക്കുന്നവർ ഹൈ ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്യണം, NQ ഫ്യൂച്ചേഴ്സിൻ്റെ ഈ മിനി ചാർട്ടും കൂടി ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ക്ലാരിറ്റി കിട്ടും നമുക്ക്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട റെഫറൻസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു റിലേറ്റീവ് ഈക്വൽ ഹൈസ് ആയിരുന്നു. അതായത് വെനസ്ഡേയുടെ ഹൈ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് നമുക്ക് മനസ്സിലാക്കാം. പിന്നുള്ളത് ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ഏരിയ, ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പാണ് പിന്നീടുള്ളത്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. കാരണം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻ്റ് ഇന്നലെ നന്നായിട്ട് റിജക്ഷൻ കിട്ടിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലുള്ള നമ്മളെ പ്രധാന ഏരിയാസ് മനസ്സിലാക്കി നേരിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 hourലോട്ട് പോവാം. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് നോൺ ഫാം പേറോള് 8:30 അനൗൺസ് ചെയ്തത്. 30 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് 8:30. ഓക്കെ, നമ്മൾ ഒരു ഇവൻ്റുള്ള സമയത്ത് മാർക്കറ്റിന് എപ്പോഴും പ്രീ ഇവൻറ്റും പോസ്റ്റ് ഇവൻറ്റും ആയിട്ട് പോസ്റ്റ് ഇവൻറ്റും പ്രീ ഇവൻറ്റും ആയിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യണം, രണ്ട് രീതിയിൽ കാണണം. അതായത് ഇവൻ്റ് നമ്പേഴ്സ് അനൗൺസ് ചെയ്യുന്നത് വരെ മാർക്കറ്റ് റൺ ചെയ്യുന്നത് എക്സ്പെക്റ്റേഷനിലാണ്. ഓക്കെ, ഈ എക്സ്പെക്റ്റേഷൻ പ്രകാരം മാർക്കറ്റ് എത്ര മൂവ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ എക്സ്പെക്റ്റേഷൻ മേ ബി ഇവൻ നോൺ ഫാം പേറോളാണ്. നോൺ ഫാം പേറോളിൻ്റെ സമയത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ കാരണം തന്നെ, അതായത് ഇവൻറ്റിന് മുമ്പ് തന്നെ സെർട്ടൻ പെർസെൻറ്റേജ് മുകളിലോട്ട് പോയി എന്ന് കരുതുക, അതായത് റാലി ചെയ്തു എന്ന് കരുതുക. പക്ഷേ റാലി ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ നമ്പർ വരുന്നത്. നമ്പർ വളരെ ബിയറിഷ് ആണെന്ന് കരുതുക. അല്ലെങ്കിൽ റാലി ചെയ്തതിൻ്റെ ശേഷമാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ഒരു പോസിറ്റീവ് നമ്പർ വന്നിട്ടുള്ളതെന്ന് കരുതുക. ഓൾറെഡി റാലി ചെയ്തു, വീണ്ടും സെയിം അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഈക്വലായിട്ട് വരുന്നു. എക്സ്പെക്റ്റേഷനിൽ അധികം പോസിറ്റീവില്ല, എക്സ്പെക്റ്റഡ് ചെയ്ത് സെയിം നമ്പർ തന്നെ വന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ റാലി കണ്ടിന്യൂ ചെയ്യില്ല, ഡ്രോപ്പ് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എക്സ്പെക്റ്റഡ് നമ്പർ തന്നെയല്ലേ വന്നത്, അപ്പോൾ റാലി കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. അതായത് മാർക്കറ്റ് എന്ത് എക്സ്പെക്റ്റഡ് ചെയ്തോ അത് ഓൾറെഡി പ്രൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പ്രൈസിനെ റീപ്രൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, അത് റീബാലൻസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പ്രൈസിൻ്റെ മൂവ്മെൻറ്റിനെ ബാലൻസ് ആൻഡ് റീബാലൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം ഒരു ഇവൻറ്റ് വരുമ്പം അതിന് മുമ്പ് നടക്കുന്നത് എക്സ്പെക്റ്റേഷനും ആ എക്സ്പെക്റ്റേഷനിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തതിനോട്
കറൻറ്റ് നമ്പറിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എക്സ്പെക്റ്റഡ് ഡാറ്റനോട് കറൻറ്റ് ഡാറ്റ അല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ്പെക്റ്റഡ് ഡാറ്റനോട് പ്രീ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു അതിനോട് കറൻറ്റ് ഡാറ്റയുമായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം ഇന്നത്തെ കാര്യം, ഇന്ന് 8:30 നോൺ ഫാം പേറോള്. 8:30 മുമ്പായിട്ട് നമുക്കിവിടെ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. 4 hourൽ ഇങ്ങനൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് 8:30 നോൺ ഫാം പേറോൾ വന്ന ഉടനെ തന്നെ മാർക്കറ്റ് ഇത്രയും നല്ലൊരു റാലി വന്നത്. നമുക്ക് ക്ലിയർലി 1 minute പോവാം. ഇതാണ് നമ്മുടെ 8:30 നോൺ ഫാം പേറോളിൻ്റെ ക്യാൻഡിൽ. ആക്ച്വലി ഈ ഒരു ട്രേഡ് എനിക്ക് ശരിക്കും മിസ്സായതാണ്. ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ വേണ്ടി എക്സ്പെക്റ്റ് ചെയ്തതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഈ ഒരു കണ്ടിന്യൂവേഷൻ കിട്ടേണ്ടായിരുന്നു. എൻ്റെ ടാർഗറ്റ് ഈ ഒരു ഏരിയ ആയിരുന്നു, ബട്ട് കിട്ടിയില്ല. ദാറ്റ്സ് ഓക്കെ. എനിവേ മാർക്കറ്റ് മൂവ് ചെയ്തു വളരെ നന്നായിട്ട്. നോൺ ഫാം പേറോളിൻ്റെ ഇവൻറ്റിൻ്റെ റിസൾട്ടാണ് ഈ മൂവ്മെൻറ്റ്. ഓക്കെ. അതിനുശേഷം 9:30 ഓപ്പണിങ്ങിന് മുമ്പ് തന്നെ മാർക്കറ്റ് എന്ത് തന്നു? റിപ്രൈസ് ചെയ്തു. അതായത് ഈ ഹെവി മൂവ്മെൻറ്റിനെ എറൗണ്ട് ഒരു 80% റീപ്രൈസ് ചെയ്തു. ഇനി നമുക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഇവൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസും റീപ്രൈസിങ്ങും ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞെന്ന് പറയാം. ഇനി നമുക്ക് പ്യുവർ പ്രൈസ് ആക്ഷൻ വേണം. അല്ലാതെ ഈ ഒരു മൊമെൻറ്റിനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടോ ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടോ നമ്മൾ കൺസിഡർ ചെയ്യരുത്. ദാറ്റ് വാസ് പ്യുവർ എക്സ്പെക്റ്റേഷൻ ആൻഡ് റീപ്രൈസ്മെൻറ്റ്. അത് നമ്മൾ എല്ലാ ഇവൻറ്റിനെയും ആ രീതിയിൽ കൺസിഡർ ചെയ്യണം. നമ്മൾ മാർക്കറ്റിലോട്ട് എടുത്ത് ചാടരുത്. നൗ 1 minute 9:30 മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഒരു മൊമെൻറ്റിനെ ഒരു മേജർ മൂവായി കൺസിഡർ ചെയ്ത ആളുകളെല്ലാവരെയും, അതായത് എല്ലാ റീറ്റെയിലേഴ്സിനെയും ഇവർ അറ്റാക്ക് ചെയ്യും. മാർക്കറ്റ് മേക്കേഴ്സ് അറ്റാക്ക് ചെയ്യും. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആളുകൾ കൺസിഡർ ചെയ്യുന്നത് മാർക്കറ്റ് മേക്കേഴ്സിന് ഷ്യൂർലി അറിയാം, അല്ലെങ്കിൽ അവരുടെ അൽഗോരിതത്തിന് ക്ലിയർലി മനസ്സിലാവും. ഓക്കെ. സെയിം റീസൺ മാർക്കറ്റ് ഇവിടുന്ന് ഒരു വെഡ്ജ് ഓർ സംതിങ് റീറ്റെയിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഈ ഒരു ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്തു. എവിടോട്ടാണ് പോയത്? ഇവിടെ 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ വി ഷുഡ് എക്സ്പെക്ട് ദിസ്. നമ്മൾ ഈ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരാതെ മാർക്കറ്റിന് ഒരു ഡയറക്ഷനിലോട്ടും ട്രേഡ് എടുക്കരുത്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്, ഈ ഒരു ബുള്ളിഷ് ഇമ്പൾസീവ് മൂവ്മെൻറ്റിനെ ഒന്നും നമ്മൾ ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ആയിട്ടൊന്നും കൺസിഡർ ചെയ്യരുത് അൺടിൽ പ്രൈസ് റീബാലൻസ് ചെയ്യുക. പ്രൈസ് എപ്പോഴും ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വരും, ലിക്വിഡിറ്റിയിലോട്ട് പോകും. വീണ്ടും അനദർ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് റൺ ചെയ്യും, അടുത്ത ലിക്വിഡിറ്റിയിലോട്ട് അറ്റാക്ക് ചെയ്യും. ഈ ബാലൻസ് ആൻഡ് റീബാലൻസ് പരിപാടി മാത്രമേ പ്രൈസിങ്ങിലുള്ളൂ. അല്ലെങ്കിൽ അത് മാത്രം നമ്മൾ ട്രേഡ് ചെയ്താൽ മതി. ബാക്കി പ്രൈസ് ട്രെൻഡ് ചെയ്യുന്നതും റാലി ചെയ്യുന്നതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മൊത്തം മൂവ്മെൻറ്റിനെയും ക്യാപ്ചർ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് ട്രേഡ് ഓവർ ട്രേഡും കാര്യങ്ങളൊക്കെ വരിക. സോ ഇവിടെ 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് റാലി ചെയ്ത് സമയം നോക്കണം. 10 o'clock സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിൽവർ ബുള്ളറ്റ് ടൈമാണ്. സിൽവർ ബുള്ളറ്റിൻ്റെ ടൈം 10 to 11 സിൽവർ ബുള്ളറ്റ് ടൈമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലിയർലി 10 o'clock ആകുമ്പം 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു. അതിന് മുമ്പ് എന്താ ചെയ്തത്? ഇവിടെ ഈക്വൽ ലോസ് ഉണ്ട്. അതായത് നോൺ ഫാം പേറോളിൻ്റെ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള 1, 2, 3, 4 ഈ 3 ക്ലിയർ എൻജിനീയർഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഈ 3 എൻജിനീയർ ചെയ്ത ലിക്വിഡിറ്റീസും മാർക്കറ്റ് അറ്റാക്ക് ചെയ്തു. ഇവിടെ വളരെ ക്ലീൻ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ്. ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻ്റ് ചെയ്തു. ഇമ്മീഡിയറ്റ് റീബാലൻസ് ആണ് പ്രൈസ് എടുത്തത്. ഫസ്റ്റ് ടച്ച് തന്നെ ഇമ്മീഡിയറ്റ് റീബാലൻസ് ചെയ്തു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. സെക്കൻഡ് ടൈം പ്രൈസ് താഴോട്ട് വന്നു. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ വീണ്ടും ഹെവി ആയിട്ട്, ഈ സ്ട്രെങ്ത്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ ടോട്ടൽ മൂവ്മെൻറ്റിനെ കാണാം എത്ര സ്ട്രോങ് ആണ് ഈ 2 ക്യാൻഡിൽ ടുഗദർ ഉള്ളത്. സോ അതാണ് നമുക്ക് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നത്.
ഇവിടെയും എനിക്ക് എൻട്രി ആക്ച്വലി മിസ്സാവുകയാണ് ചെയ്തത്. ഈ ഒരു എൻട്രി എനിക്ക് ആക്ച്വലി മിസ്സായത്, ഞാൻ ഈ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെയായിരുന്നു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം CFDയിലാകുമ്പോൾ സ്പ്രെഡ് ഉണ്ടാവും. ഇവിടെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ എത്തിയാലേ എക്സിക്യൂട്ട് ആവുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് ഇതിൻ്റെ അടുത്ത് പോലും വന്നില്ല. ജസ്റ്റ് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് റാലിയായി. ഇവിടുന്ന് ഞാൻ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് ഇത് മാത്രമായിരിക്കുള്ളായിരുന്നു. കാരണം ഇതാണ് റിലേറ്റഡ് ഈക്വൽ ഹൈസ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് പ്രൈസ് റാലി ചെയ്ത ഉടനെ തന്നെ ഞാൻ ഏകദേശം ഈ ഒരു റിട്രേസ്മെൻറ്റ് പ്രതീക്ഷിച്ചതല്ല. ഈ റിട്രേസ്മെൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ട്രേഡ് ഞാൻ എടുത്തത്. ഈ ഒരു ട്രേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ട്രേഡ് ഇവിടെ നമുക്ക് കാണാം ഒരു വോളിയം ഇംബാലൻസ്. അപ്പം ഈ ഒരു വോളിയം ഇംബാലൻസ് പ്രൈസ് ഫസ്റ്റ് ഇനീഷ്യലി പ്രൈസ് വന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് വന്നു, ഒരു ക്യാരക്ടർ ചേഞ്ച് വന്നു പ്രൈസിന്. ഈ ക്യാരക്ടർ ചേഞ്ച് നമുക്ക് ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്ക് ഫസ്റ്റ് വന്നു. ദെൻ രണ്ടാമത്തെ സമയം ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്ന ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്. ഐ വാസ് ലിറ്റിൽ ഹറി. ഫോമോ കാരണമാണ് ഇവിടുന്ന് എൻട്രി ചെയ്തത്. ഐ ഷുഡ് ഹാവ് ബീൻ വെയിറ്റഡ് ദിസ്. കാരണം രണ്ടാമത് പ്രൈസ് വന്ന സമയം നമുക്കറിയാം ഏതാണ്. ഇവിടെ പ്രൈസ് 950 ആണ്. 950 to 1110 എന്ന് പറയുന്നത് നമ്മുടെ ഹവർലി മാക്രോ ടൈമാണ്. അപ്പോൾ ഹവർലി മാക്രോ ടൈം തൊട്ട് മുമ്പിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഒരിക്കലും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് കാരണം നേരത്തെ ട്രേഡ് എടുക്കരുത്. ഇമ്മീഡിയറ്റ്ലി എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു, ഞാൻ ഇവിടുന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ദെൻ ഹവർലി മാക്രോയിൽ പ്രൈസ് ഈ ഒരു ക്യാൻഡിൽ നിന്നും ഈ ഒരു വോളിയം ഇംബാലൻസിൽ സപ്പോർട്ട് എടുക്കുന്നത് കണ്ട ഉടനെ തന്നെ ഈ ഒരു ബ്ലാക്ക് ക്യാൻഡിൽ, ഈ ഒരു ഡൗൺ ക്യാൻഡിൽ ഞാൻ എൻട്രി പ്ലാൻ ചെയ്തു. ദെൻ മറ്റെല്ലാം നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ക്ലിയർ ആണ്. ഇവിടെ ഒരു മൈനർ ബൈ സൈഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഒരു പോർഷൻ എക്സിറ്റ് ചെയ്തു. സെക്കൻഡ്, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ. ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഡീലിംഗ് റേഞ്ച് ഏതാണ്? ഇപ്പം നമ്മളൊരു ഹൈ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഡീലിംഗ് റേഞ്ച്. ഈ ഡീലിംഗ് റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഈക്വൽ ഹൈസും നോൺ മിറ്റിഗേറ്റഡ് ഹൈസും എല്ലാം ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഈ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി പ്രൈസ് അറ്റാക്ക് ചെയ്യുന്ന സമയം, അറ്റാക്ക് ചെയ്തിട്ട് റിയാക്ഷൻ എടുക്കുന്ന രീതി, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളെടുത്ത പൊസിഷൻ്റെ റിമൈനിങ് പോർഷൻസ് കണ്ടിന്യൂ ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കാൻ. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ടാർഗറ്റ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെച്ചിട്ട് ഇവിടുന്ന് എടുത്തൊരു എൻട്രി ഇവിടുന്ന് മാത്രം എക്സിറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു റേഞ്ച് ലിക്വിഡിറ്റി എടുത്ത ഉടനെ തന്നെ ഞാൻ ഒരു 30% പോർഷൻ എക്സിറ്റ് ചെയ്തു. ദെൻ പ്രൈസ് ക്ലിയർലി കണ്ടിന്യൂ ചെയ്തു. അടുത്തത് ഈ ഒരു ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്ത ഉടനെ തന്നെ അടുത്ത പോർഷൻ എക്സിറ്റ് ചെയ്തു. ഇതിൻ്റെ ക്ലിയർ ടാർഗറ്റ് ഈ അപ്സൈഡ് ലിക്വിഡിറ്റി ആയിരുന്നു, ബൈസൈഡ് ലിക്വിഡിറ്റി ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു റിജക്ഷൻ, ഈ ഒരു ക്ലിയർ റിജക്ഷൻ, അതായത് ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് വന്നു, ഒരു സ്ട്രോങ് ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ലിക്വിഡിറ്റി എടുത്ത ഉടനെ തന്നെ നമുക്ക് തന്നിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി കാണുമ്പം ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. കാര്യം നമ്മൾ പ്രൈസ് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ലിക്വിഡിറ്റിയിലോട്ട് എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം പ്രൈസ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റും ഈ ഒരു ഓർഡർ ബ്ലോക്കും ടച്ച് ചെയ്യാതെയാണ് മുകളിലോട്ട് പോയത്.
വിച്ച് മീൻസ് ഇവിടെ നിന്നൊക്കെ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തവരോ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് ശേഷം മുകളിലോട്ട് എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത ആളുകളോ ഏറ്റവും ലീസ്റ്റ് ട്രേഡ് ബൈ ഓർഡേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഈ ബ്ലാക്ക് ക്യാൻഡിൽ. അതിനെ നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറയാം. ഈ ഒരു വിക്കിലോട്ട് വന്നുകൊണ്ട് പ്രപ്പൾഷൻ ബ്ലോക്ക് എന്നും പറയാം. ഈ ഒരു പ്രപ്പൾഷൻ ബ്ലോക്കിൻ്റെ ബോഡീസിൽ വെയിറ്റ് ചെയ്യുന്ന ഓർഡേഴ്സ് എന്തായാലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി. സോ ഈ സെയിം പാറ്റേൺ ആണ് നമുക്ക് എവിടെ വന്നിട്ടുള്ളത്, ഈ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റിയുടെ തൊട്ട താഴെയായിട്ടുള്ള ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി അറ്റാക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നല്ലതാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കോൺസിക്വൻ്റ് എൻകറേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്ത് പ്രൈസിനെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫെയിലായി, വീണ്ടും റീട്രൈ ചെയ്തു, അവിടുന്ന് ഫെയിലായി. ഇവിടുന്ന് ഫെയിലായതോട് കൂടിയിട്ട് ഞാൻ എൻ്റെ പോർഷൻ കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്തു. കാരണം ഇത് ഫെയിലായെന്ന് കരുതി പ്രൈസ് മുകളിലോട്ട് പോകില്ല എന്നല്ല, പോയേക്കാം. പക്ഷേ എനിക്ക് ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടുന്ന് ഈ ചെറിയ റിസ്ക് മാത്രം എടുത്തിട്ട് ഞാൻ എൻട്രി എടുത്തത് ഇവിടെയും എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രേഡ് ആയിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ റിസ്ക് എടുക്കേണ്ട, ഈ ഒരു റിസ്ക് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ട്രേഡ്സ് പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ ഈ ഒരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏരിയന്നും ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കൂടി, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി കണ്ടതോട് കൂടിയിട്ട് പലരും ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. സോ നമ്മൾ പ്രൈസ് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു ഏരിയയിലേക്ക് റാലി ചെയ്യാൻ തുടങ്ങുമ്പം ആ തുടങ്ങുന്ന പോർഷനും ആ ലിക്വിഡിറ്റി ഏരിയ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയുടെ എടുത്തെത്തുമ്പോൾ പ്രൈസ് ബിഹേവ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് എപ്പോഴും. അത് നമ്മൾ പോകെ ക്ലിയർലി നമുക്ക് മനസ്സിലായി തുടങ്ങും. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ ടോട്ടൽ ഈ ഒരു ട്രേഡിൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഈ നോൺ ഫാം പേറോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ട്രേഡിനെ എഫക്റ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. 8:30 നമ്മളെ നാസ്ഡാക്ക് കംപ്ലീറ്റ്ലി ബുള്ളിഷായി, സ്ലോ ബുള്ളിഷ്നെസ് ആയിരുന്നു. ബട്ട് നമ്മൾ അതിനെ അപ്രൂവ് ചെയ്യേണ്ടത് ഈൽഡിനോട് കൂട്ടിയിട്ടാണ്. ഈൽഡ് 8:30 ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രെങ്ത് കണ്ടില്ലേ, ഈ ഒരു സ്ട്രെങ്ത്താണ് നമ്മുടെ ഈ NQൻ്റെ ഈ ഒരു സ്ലോലി മുകളിലോട്ട് പോയിട്ടുള്ള ഈ ഒരു മൊമെൻറ്റിനെ ഒരു 1 more പേസ് കണ്ടിന്യൂവേഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് കൺഫർമേഷൻ തന്നത്. കാരണം എന്താണ്, ഈൽഡിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ബിയറിഷ്നെസ് ഡോളറിനെയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോളറിനെയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. സെയിം പേസ് തന്നെയാണ് ഡോളറിനെ ഇമ്പാക്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് NQ ഇനീഷ്യലി ബിഹേവ് ചെയ്തത് ഈൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിച്ച് ഈസ് ബോണ്ടിൻ്റെ സെയിം ഡയറക്ഷനിലായിട്ടാണ്. ആ സെയിം ഡയറക്ഷനിലോട്ട് പോയ ബോണ്ട് ഈൽഡ് നമുക്കൊരു റിട്രേസ്മെൻറ്റ് തന്നു എന്ന് പറയാം. റിട്രേസ്മെൻറ്റ് തന്നു, പക്ഷേ NQ തന്ന പോലത്തെയുള്ള ഒരു റീപ്രൈസിങ് ഈൽഡ് തന്നിട്ടില്ല. വിച്ച് മീൻസ് ബോണ്ട് ഇപ്പോഴും ഈൽഡ് ഇപ്പോഴും ബിയറിഷാണ്. ഈൽഡ് ഇപ്പോഴും ഈ ഒരു ഏരിയൻ്റെ മുകളിലോട്ട് പോയിട്ടില്ല. കാരണം പറയുമ്പോൾ ഇവിടെയൊക്കെ റിലേറ്റീവ് ഈക്വൽ ഹൈസ് എല്ലാം പെൻഡിങ് ഉണ്ട് ഈൽഡിൽ, ബട്ട് ഈൽഡ് ഇപ്പോഴും മുകളിലോട്ട് മൂവ് ചെയ്തിട്ടില്ല. അപ്പം ഈൽഡ് ഇപ്പോഴും റിസ്ക് ഫ്രീ ആണ്. അപ്പം നാസ്ഡാക്ക് ഇപ്പോഴും നമുക്ക് റിസ്ക് ഓൺ സെൻറ്റിമെൻറ്റിലാണ് നാസ്ഡാക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് റാലി എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ റാലിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് ഈൽഡ് കർവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇതാണ് നാസ്ഡാക്കിലുള്ള പ്രധാനമായിട്ടുള്ള ഇന്നത്തെ ട്രേഡിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോഴും ഒരു ഇവൻറ്റ് വരുമ്പം നമ്മൾ ഇവൻറ്റിൻ്റെ നമ്പേഴ്സ് മാത്രം നോക്കുന്നതിന് പകരം പ്രൈസ് ആ ഇവൻറ്റിനോട് എങ്ങനെയാണ് റീപ്രൈസ് ചെയ്യാൻ പോകുന്നതും കൂടി നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പ്രൈസ് ആക്ഷനും ഹൈ ടൈം ഫ്രെയിം റെഫറൻസ് ഏരിയ, ഈ 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ പോലെയുള്ള ഹൈ ടൈം ഫ്രെയിം റെഫറൻസ് ഏരിയയും കൂടിയൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവറായിട്ട് നല്ല എൻട്രീസ് കിട്ടി തുടങ്ങും. സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ മനസ്സിലായി ഉണ്ടാവുമെന്ന് കരുതുന്നു.